ഹായ്, 10th ലെവൽ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഗുണകരമായി എന്ന് വിചാരിക്കുന്നു. 10th ലെവൽ പ്രിലിംസിന് വേണ്ടി തയ്യാറാക്കിയത്. അപ്പോൾ ഒന്നാം ഘട്ടം എഴുതിയവർക്കും രണ്ടാം ഘട്ടം മിസ്സായവരുടെയും ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ രണ്ടിലും 80% പരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒന്നാം ഘട്ടം എഴുതിയവര് കമന്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മളിപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ഇപ്പൊ ഈ പ്രിലിംസിൽ ഉൾപ്പെട്ട ബെപ്കോ LDC അതിന്റെ മെയിൻസ് പരീക്ഷ, ഇത് രണ്ടും സെയിം സിലബസ് വെച്ച് നടക്കാൻ പോകുന്ന പരീക്ഷയാണ്. അപ്പൊ അതിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം GK-യുടെ കറണ്ട് അഫയേഴ്സും കൂടെ ഇവിടെ ടോട്ടൽ 80 മാർക്കിനുള്ള ഏരിയ ഉണ്ട്. അതിൽ 350 പരം ടോപ്പിക്കുകൾ, 350 പരം ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സ് അടക്കം 350 പരം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 88 ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരുന്നത്. അതായത് 1/4 ഭാഗം, അതായത് 25% മാത്രം, സിലബസിന്റെ 25% മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പൊ തരാൻ പോകുന്നത്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25% ആണോ? അല്ല, 75% മിനിമം കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ 10th ലെവൽ പ്രിലിംസ് ബ്ലൂ പ്രിന്റ് പോലെ തന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾക്ക് ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ദെൻ ലോക ചരിത്രം, എല്ലാം കൂടെ 5 മാർക്കാണ് ഉള്ളത്. അതിന് എത്ര പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ആ സിലബസ് നോക്കി അറിയാം നിങ്ങൾക്ക്. അതിൽ നിങ്ങൾ മൊത്തത്തിൽ ഞാനൊരു 10 ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 10 ഏരിയയിൽ നിന്ന് നമുക്ക് 5 മാർക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഏരിയകൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഒന്നാമത്തെ അതിൽ കേരള നവോത്ഥാന നായകർ എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് 10th പ്രിലിംസിന് തന്ന ഓർമ്മയുണ്ടല്ലോ, നവോത്ഥാന നായകന്മാർ ഇമ്പോർട്ടന്റ് ആവും. 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് 22 ചോദ്യങ്ങളാണ് അവിടെ വന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ വാചകം ഏതാണ്? എന്താണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി ഇവര് 3 പേരുമായിരിക്കും ഏറ്റവും പ്രാധാന്യം. 5, 3, 3 11 ചോദ്യങ്ങളാണ് ഇവർ 3 പേരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും ഇവർക്ക് നല്ല പ്രാധാന്യം കൂടുതലുണ്ട്. മറ്റുള്ള ആൾക്കാരായിട്ട് നോക്കുക, ആ ഒരു ഏരിയ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. കേരള നവോത്ഥാന നായകർ, ഓക്കെ, പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, വാഗ്ബട ആനന്ദൻ, വൈകുണ്ഠ സ്വാമികൾ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. മറ്റുള്ളവർ വരില്ല എന്നല്ല, മറ്റുള്ളവർ വരും. നന്നായിട്ട് റിവിഷൻ ചെയ്യുക. രണ്ടാമത്തെ ടോപ്പിക്ക് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം. കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 ടോപ്പിക്കുകളാണ്. തിരുവിതാംകൂർ ചരിത്രം, തിരുവിതാംകൂർ ചരിത്രത്തിലെ പ്രാധാന്യം മാർത്താണ്ഡവർമ്മ, അതേപോലെ ധർമ്മരാജാവ്, സ്വാതി തിരുനാള്, ശ്രീമൂലം തിരുനാള്, ശ്രീ ചിത്തിര തിരുനാള്. പിന്നെ വനിതാ ഭരണാധികാരികളായിട്ടുള്ള ഗൗരി ലക്ഷ്മിബായും, ഗൗരി പാർവതിബായും, സേതു ലക്ഷ്മിബായും. ഇവരാണ് രാജാക്കന്മാരിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതോടൊപ്പം ദിവാൻ അല്ലെ, വേലുത്തമ്പി ദളവയെ കുറിച്ച് കൂടെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിനാണ് ഏറ്റവും പ്രാധാന്യം. ഒന്നും പഠിക്കാൻ പറ്റാത്തവർ ഇതെങ്കിലും പഠിച്ചു വെക്കുക. അതല്ലാത്തവര് നന്നായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർത്തവര് മൊത്തത്തിലൊന്ന് ഈ ടോപ്പിക്ക് റിവിഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ഈ 3 ടോപ്പിക്ക് ഞാൻ കേരള ചരിത്രം തന്നിട്ടുള്ളൂ കേട്ടോ. ദെൻ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെയും പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? യെസ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ INC രൂപീകരണവും പ്രധാന സമ്മേളനങ്ങളും. INC എന്നാണ് ആ ടോപ്പിക് കൊടുത്തത്. INCയുടെ രൂപീകരണം എന്ന ടോപ്പിക് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ പ്രധാന സമ്മേളനം പഠിച്ചു വെക്കണം കേട്ടോ. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ സമരങ്ങളും കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ടേക്ക് സിലബസിലുണ്ട്. അതിൽ സ്വദേശി പ്രസ്ഥാനം കൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിവിഷൻ ചെയ്യുക. ദെൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഓരോ നവോത്ഥാന നായകന്മാര്, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവര് രൂപീകരിച്ച പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ദെൻ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഗാന്ധിജിയുടെ ആദ്യകാല സമരം മുതൽ നോക്കണേ. ചമ്പാരൻ മുതൽ ഇങ്ങോട്ടുള്ള സമരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അത് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും. ദെൻ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ലോക ചരിത്രത്തില് UNO മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, ഇതാ 3 ടോപ്പിക്കേ തന്നിട്ടുള്ളൂ. അതിൽ വിപ്ലവങ്ങൾ വേറെയും പഠിക്കാനുണ്ട്. ഫ്രഞ്ച് വിപ്ലവം 99% സാധ്യതയുള്ളതാണ്. മറ്റു വിപ്ലവങ്ങളെക്കാളും ഇനി സാധ്യത ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് വിപ്ലവത്തിനായിരിക്കും. കാരണം SCERT 10ാം ക്ലാസ്സിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. അവിടെ നിന്ന് ചോദ്യം മിക്കവാറും 99% നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങളുടെ പരീക്ഷയിൽ. നോക്കുകയാണ്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ ചരിത്രം. ദെൻ ഭൂമിശാസ്ത്രം 5 മാർക്കിനാണ്. ഇവിടെ ഈ 10 ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരികയാണ്. അതിൽ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഭൂമിയുടെ ഘടന എന്നുള്ള ടോപ്പിക്കാണ്. അവിടെ ഭൂമിയുടെ ഉപരിതലവും പ്രത്യേകം നന്നായിട്ട് നോക്കി വെക്കുക. ആ 2 ടോപ്പിക്കുകൾ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് പഠിക്കുക. ഓക്കെ, ദെൻ അന്തരീക്ഷം, അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിന്റെ ഘടന എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. പിന്നെ താപനിലയും ഋതുക്കളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അത് അന്തരീക്ഷം പഠിക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിന്റെ ഘടന പഠിക്കുക. ദെൻ താപനിലയും അതിലുള്ള അന്തരവും കാര്യങ്ങളും പഠിക്കുക. അതോടൊപ്പം ഋതുക്കൾ, അത് ചെറിയ ഏരിയ ആണ്, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ആഗോള താപനം പഠിക്കുക. ദെൻ പാറകൾ, റോക്സ്, ഓക്കെ,
ശിലകൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും കേട്ടോ. അതുകൂടെ ആ രീതിയിൽ ശിലകളെ കുറിച്ചുള്ള അവസാനത്തെ ശിലകളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പരീക്ഷയിൽ പലതവണ വരുന്നുണ്ട്. മിക്കവാറും നിങ്ങളുടെ പരീക്ഷയിലും വരും. ഓക്കെ, ദെൻ 15ാമത്തെ ടോപ്പിക് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ. ആ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം അവിടെ ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കുമാണ് പ്രാധാന്യം കൂടുതൽ. ഉത്തരമഹാസമതലവും ചോദ്യങ്ങൾ വരാറുണ്ട്, തീരസമതലം ചോദ്യങ്ങൾ വരാറുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പലതവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ളത് ഈ രണ്ട് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് ഓർത്തു വെക്കുക. എല്ലാം കൂടെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. പക്ഷെ അതിനെ പ്രത്യേകിച്ചും മൊത്തത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും നല്ലത് 9ാം ക്ലാസ്സിലെ 1, 2 അല്ലെ, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, അങ്ങനെ ഓരോ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചാപ്റ്ററുകളുണ്ട്. 9ാം ക്ലാസ്സിലാണ്. ആ ചാപ്റ്ററുകൾ മാത്രമെങ്കിലും നന്നായിട്ട് പഠിക്കുക, ഒന്നും പഠിക്കാത്തവര്. ഓക്കെ, അല്ലാത്തവര് എല്ലാം നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ദെൻ ഇന്ത്യയിലെ നദികൾ എന്നുള്ള ടോപ്പിക് പഠിക്കുക. പിന്നെ കൃഷി ഇന്ത്യയും അതോടൊപ്പം തന്നെ കേരളം കൂടി അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാർക്ക് അവിടെ ഉറപ്പിക്കാം. മിക്കവാറും 1, 2 മാർക്ക്, 1 മാർക്ക് എന്തായാലും ഉണ്ടാവും. അത് ചിലപ്പോൾ 2 മാർക്കായിട്ട് മാറാം. പിന്നെ കാരണം എന്താണ്, നാച്ചുറൽ സയൻസിലും കാർഷിക മേഖലയുണ്ട്, അവിടെയും ചോദ്യം വരാം. അതുകൊണ്ട് മിക്കവാറും 1 മാർക്ക് ഉറപ്പാണ്. അത് ചിലപ്പോൾ 2 ആവാം, 3 ആവാം. ഓക്കെ, ദെൻ ധാതുക്കളും വ്യവസായവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ കേരളത്തിലെ നദികൾ, കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ നദികൾ, കേരളത്തിലെ കാലാവസ്ഥ. ഓക്കെ, ഈ 2 ടോപ്പിക്കുകൾ മാത്രമേ കേരള ഭൂമിശാസ്ത്രം തന്നിട്ടുള്ളൂ. ഇവിടെയും പൊതുഭൂമിശാസ്ത്രത്തിനും ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിനും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവാനാണ് സാധ്യത. 5-ൽ 2, 2, 1 സാധ്യത കൂടുതൽ. ഓക്കെ, യെസ്, അതൊന്ന് നന്നായിട്ട് റിവിഷൻ ചെയ്ത് വെക്കുക. പിന്നെ എക്കണോമിക്സും ഇതേപോലെ 5 മാർക്കാണ്. എക്കണോമിക്സിലും ഭരണഘടനയിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ സുപ്രധാന നിയമങ്ങൾ, അവിടെയൊക്കെ 5 മാർക്ക് ഉണ്ട് താനും. അവിടെ എന്താണ്, സിലബസ് ഏരിയ കുറവാണ്. ഇപ്പൊ സുപ്രധാന നിയമങ്ങൾ 5 മൊഡ്യൂളുകളാണുള്ളത്. അത് 5 മൊഡ്യൂളുകളിൽ തന്നെ നമുക്ക് പഠിച്ചേ തീരുള്ളൂ. കാരണം 5 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓരോ മൊഡ്യൂളിനും ഓരോ മാർക്ക് വീതം തന്നെയാണ് കൂടുതൽ പരീക്ഷകളിലും വരാറുള്ളത്. എക്കണോമിക്സ് 5 മാർക്കിന് വേണ്ടി അവിടെ ആകെ 7-8 ടോപ്പിക്കുകളേ ഉള്ളൂ. അതെല്ലാം പഠിക്കുന്നതാണ് അവിടെ ഏറ്റവും നല്ലത്. അവിടെ ഞാൻ 5 ടോപ്പിക് ഇവിടെ സെലക്ട് ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ബാക്കി ടോപ്പിക് കൂടെ റിവിഷൻ ചെയ്യുന്നത് തന്നെയാണ് അവിടെ ഏറ്റവും ബെറ്റർ. കാരണം കുറച്ച് ടോപ്പിക്കല്ലേ പഠിക്കാനുള്ളൂ. ഓക്കെ, ദെൻ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഹരിത വിപ്ലവം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരുന്ന 5 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇത്തവണ നമ്മൾ ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തിട്ട് എൻട്രിയിലെ കോഴ്സ് കൂടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഓരോ തവണയും ബ്ലൂ പ്രിന്റ് തരുമ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സും ഒരു പ്ലാനും കൂടെ ചെയ്തുകൂടെ സാറേ എന്നുള്ള പല സമയത്തും പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാച്ച് കൂടെ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 73-0-186-841 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് BFAയുടെ ആ ഒരു ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബ്ലൂ പ്രിന്റ് ബാച്ച് മാത്രമാണ്, അല്ലാതെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യില്ല. ഇംഗ്ലീഷും മാത്സ് മലയാളം ഉണ്ടാവും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചെറിയ രീതിയിൽ പഠിക്കുന്ന രീതിയിലും പ്ലസ് ഈ 80 മാർക്കിൽ മാക്സിമം നേടുന്ന രീതിയിൽ നമുക്ക് ഈ ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തിട്ടുള്ള പ്ലാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഭരണഘടന 5 മാർക്കിനാണുള്ളത്. അവിടെയും ഈ പറയുന്ന പോലെ ഒരു 11ഓളം ടോപ്പിക്കുകൾ ഉണ്ട്. അതിൽ ഞാൻ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് 6 ടോപ്പിക്കുകളാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി, പിന്നെ മൗലികാവകാശങ്ങളും മൗലിക കടമകളും, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. ഓക്കെ, ഓരോ ഘടകങ്ങളും കൃത്യമായിട്ട് ആ 3 ഘടകങ്ങളും പഠിക്കണം. അവിടെ തന്നെ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിമാരെ കുറിച്ച് അല്ലെ, പ്രധാനമന്ത്രിയെ കുറിച്ച്, അതേപോലെ രാജ്യസഭ, ലോക്സഭ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരാറുള്ളത്. ദെൻ ആമുഖം, പിന്നെ ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ, പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും. അപ്പോൾ ഇവിടെ 6 ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഇത്തരം ലെവൽ പരീക്ഷകളിൽ കൂടുതൽ ആവർത്തിച്ച് വരുന്നത്. ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് നോക്കി വെക്കുക. അതിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഫസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ചോദ്യ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇതിൽ നിന്ന് ചോദ്യമില്ലാതെ പരീക്ഷ കടന്നു പോവില്ല. മൗലികാവകാശമോ മൗലിക കടമയോ ചോദിക്കാതെ പരീക്ഷ കടന്നു പോവില്ല. മിക്കവാറും ഇതിൽ നിന്ന് ചോദ്യം 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, യെസ്. ഇനി കേരള ഭരണ സംവിധാനത്തിന് 5 മാർക്കാണ്. വിശദമായിട്ട് വലിയ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു 3 മടങ്ങ് ഏരിയ ഉണ്ട്. അതിൽ നിന്ന് ഇത്രയും ഏരിയകൾ നന്നായിട്ട് നോക്കുക. സംസ്ഥാന സിവിൽ സർവീസ്, വിവിധ കമ്മീഷനുകൾ, ഇത് കറണ്ട് അഫയേഴ്സ് കണക്ട് ചെയ്തുള്ള ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. കമ്മീഷനുകളുടെ അധ്യക്ഷന്മാരും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ, കേരളത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവിടെ ഇന്ത്യ പഠിക്കുമ്പോൾ അവിടെ കൂടി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പിക് കുറഞ്ഞു കിട്ടി. ദെൻ ദുരന്ത നിവാരണം, തണ്ണീർത്തട സംരക്ഷണ നിയമം, ദെൻ സാമൂഹ്യക്ഷേമ പദ്ധതികളും തൊഴിൽ പദ്ധതികളും. അത് തൊഴിൽ പദ്ധതികൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ എന്നുള്ള രീതിയിൽ എന്താണ് നമ്മുടെ MGNREGS, അതായത് BBG റാം പുതിയ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, കേരളത്തിലെ പുതിയ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. അത്
കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ ചോദ്യമായിട്ട് മാറാറുണ്ട്. കേരളം ഭരണ സംവിധാനം 5 മാർക്ക് ആണെങ്കിലും ചിലപ്പോൾ 5 ചോദ്യങ്ങളായിട്ട് നിങ്ങൾ കാണില്ല, 2-3 ചോദ്യങ്ങളായി മാറുകയും ബാക്കി അവിടെ നിന്നുള്ളത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ പദ്ധതികൾ, അതേപോലെ മന്ത്രിസഭ, കേരളത്തിലെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ ആ ഒരു ഗവർണർ, അതേപോലെ കേരള മന്ത്രിസഭ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വെക്കണം. അത് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെയും ഈ രീതിയിൽ ഇവിടത്തേക്ക് പെടാം, അല്ലെങ്കിൽ അവിടത്തേക്ക് പെടാം. ഓക്കെ, ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ്. ഇവിടെ സിലബസിൽ 7 മൊഡ്യൂളുകളേ ഉള്ളൂ, 7 ടോപ്പിക്കുകളേ ഉള്ളൂ. ആ 7 ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 6 മാർക്ക് ഉണ്ട്. പക്ഷെ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ വരും, 2 ചിലപ്പോൾ 3 ചോദ്യങ്ങൾ വരും. ബാക്കി 6 ചോദ്യത്തിലൊരു 2 വരികയാണെങ്കിൽ 4, ഇത് വരികയാണെങ്കിൽ 3, അല്ലെ 3-4 ചോദ്യങ്ങളാണ് ബാക്കിയുള്ള ടോപ്പിക്കിന് വരിക. അപ്പം ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും ഒരു ടോപ്പിക്ക്, പിന്നെ രോഗങ്ങൾ എല്ലാം പഠിക്കാനുള്ളതാണ് ഇവിടെ. ഹ്യൂമൻ ബോഡി വിശാലമായിട്ടുള്ള ടോപ്പിക്ക്, ആകെ 6 ടോപ്പിക്ക് പഠിക്കുന്നതിന് അതേ വലിപ്പമുണ്ട് ഹ്യൂമൻ ബോഡി. അതുകൊണ്ട് കംപ്ലീറ്റ് പഠിച്ചു തീർക്കൽ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ പറഞ്ഞുതരാം. രക്തപര്യന വ്യവസ്ഥ, രക്തം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ അന്തസ്രാവി വ്യവസ്ഥ, അതായത് ഹോർമോണും കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ദഹന വ്യവസ്ഥ, പിന്നെ ചലന വ്യവസ്ഥ, അതായത് അസ്ഥികൾ, പേശികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, കോശങ്ങളും കോശജാലങ്ങൾ അഥവാ കലകളും. ഇത്രയും മാത്രമെങ്കിലും ഒന്ന് പഠിക്കുക. ഇനി ഇഷ്ടംപോലെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, വ്യവസ്ഥകൾ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം ഈ ഒരു ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വരുന്ന മാർക്ക് ഒരു 90% ഉറപ്പിക്കാൻ പറ്റും. കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞവർ റിവിഷൻ ചെയ്യുക, അതല്ലാത്തവർക്ക് അത് ഒരു ബാലികേറാ മലയായിരിക്കും. പഠിക്കുന്നവർ ഇനി അങ്ങോട്ട് ഈ ഒരു ഏരിയകളെങ്കിലും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, ദെൻ കേരളത്തിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയും ടോപ്പിക്കുകളാണ് ജീവശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത്. 7 ടോപ്പിക്കിൽ 6 ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവിടെ 6 മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നമുക്ക് ബാക്കി ഒഴിവാക്കിക്കൂടാ, അധികം അങ്ങോട്ട് ഒഴിവാക്കിക്കൂടാ. ഓക്കെ, ദെൻ ഭൗതികശാസ്ത്രം 3 മാർക്കേ ഉള്ളൂ. ആ 3 മാർക്കിന് ഇവിടെ 4 മൊഡ്യൂളുകളാണ്, 5 മൊഡ്യൂളുകൾ, 8 മൊഡ്യൂളുകൾ പഠിക്കാനുണ്ട്. ആ 8 മൊഡ്യൂളുകളിൽ 5 മൊഡ്യൂളുകളാണ് ഇവിടെ സെലക്ട് ചെയ്ത് തരുന്നത്. ഒന്നാമത്തെ മൊഡ്യൂള്, അതിലാണ് ഭൗതികശാസ്ത്ര ശാഖകൾ, അതങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ അതിൽ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ചോദിക്കാറുണ്ട്. അളവുകളും യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂള് ചലനവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് ചലന നിയമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചലന നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളും, പ്രൊജക്ടൈൽ മോഷൻ, ഇത്രയൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ആ ഒരു മൊഡ്യൂളിലാണ് ISROയുടെ നേട്ടങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അതൊരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്നുള്ള രീതിയിൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്ന ടോപ്പിക്കാണ് മിക്ക പരീക്ഷയിലും. ഓക്കെ, അത് ആ മൊഡ്യൂളിൽ കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തതേ ഉള്ളൂ. ദെൻ മൂന്നാമത്തെ മൊഡ്യൂൾ പ്രകാശം എന്നുള്ള ടോപ്പിക്കാണ്. അവിടെ ലെൻസ്, ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞിട്ട് R72F, പിന്നെ എന്താണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അതിൽ വരുന്നതാണല്ലോ ദൃശ്യപ്രകാശം, അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ വിവിധ തരം ബലങ്ങൾ, ഘർഷണ ബലം, പിന്നെ ദ്രവബലങ്ങളിൽ വരുന്ന ടൈപ്പ് ഓഫ് ബലങ്ങൾ ഏതൊക്കെ, അപ്പൊ അങ്ങനെയുള്ള ബലങ്ങളെ കുറിച്ചുള്ള ഒരു ടോപ്പിക്. അതേപോലെ തന്നെ കേശികത്വത്തെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. പിന്നെ അടുത്ത മൊഡ്യൂൾ 8ാമത്തേതാണ് ഇമ്പോർട്ടന്റ്, പ്രവൃത്തി, ഊർജം, പവർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ഗണിത പ്രശ്നങ്ങൾ, പിന്നെ ഉത്തോലകങ്ങൾ ആ ഒരു മൊഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ മൊഡ്യൂളുകളാണ് 8 മൊഡ്യൂളുകളിൽ ഈ 5 മൊഡ്യൂളുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് ഓർമ്മിക്കുക. ഫിസിക്സിലെ 3 മാർക്കാണ് ഉള്ളത്. ഓക്കെ, ദെൻ കെമിസ്ട്രിയിൽ 3 മാർക്കാണ്. കെമിസ്ട്രിയിൽ പക്ഷേ 3 മൊഡ്യൂളേ ഉള്ളൂ. പക്ഷെ ആ 3 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 5 മുതൽ 10 വരെയുള്ള കംപ്ലീറ്റ് ടെസ്റ്റ് പഠിക്കേണ്ടി വരും. കംപ്ലീറ്റ് സാധനങ്ങൾ അതിൽ വരും, കാരണം അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എല്ലാം. അത് നോക്കുമ്പോൾ കുറേ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളിൽ നിന്ന് ഇത്രയും ടോപ്പിക്കുകൾ 6 ടോപ്പിക്കുകൾ മാത്രമായിട്ട് തരികയാണ്. ഈ 3 മൊഡ്യൂളാണ്. പക്ഷെ ആ 3 മൊഡ്യൂൾ ഇങ്ങോട്ട് പഠിച്ചോ 3 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് തരികയാണ്. ആറ്റവും തന്മാത്രയും, അതിൽ പ്രത്യേകിച്ചും ആറ്റത്തിന്റെ ഘടനയിൽ തന്നെയാണ് ചോദ്യം വരാനുള്ള ഏറ്റവും സാധ്യത. പിന്നെ വാതക നിയമങ്ങൾ, 2ാമത്തെ മൊഡ്യൂളിൽ ഞാൻ വാതക നിയമങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. 1ാമത്തെ മൊഡ്യൂളിൽ വാതക നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആവർത്തന പട്ടിക. ഓക്കെ, പിന്നെ ലോഹങ്ങളും അലോഹങ്ങളും, അതിൽ ഉപലോഹങ്ങൾ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസെനിക്, ആന്റിമണി, ടെലൂറിയം പഠിച്ചു വെക്കുക. ദെൻ ആസിഡും ആൽക്കലിയും അതിന്റെ pH മൂല്യവും അറിഞ്ഞിരിക്കുക. പിന്നെ രൂപാന്തരത്വം. ഓക്കെ, കാർബണിന്റെ രൂപാന്തരങ്ങൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഗ്രാഫൈറ്റ്, വജ്രം, ഫുള്ളറിൻ, അതുപോലെയുള്ള അതിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, ദെൻ കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിനുള്ള ഏരിയ ആണ്. ആ ഒരു സിലബസ് ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടാൽ പഠിക്കാൻ തോന്നില്ല, അത്രയും വിശാലമായിട്ടുള്ള ഏരിയ.
അവിടുന്ന് ചെറിയതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, ഒന്ന് ആദ്യ കൃതികൾ, ഓരോ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യ കൃതികളും അതിൻ്റെ കർത്താക്കന്മാരാര് എന്നുള്ളതാണ്. സാഹിത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്. ഓരോ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതിൽ ആദ്യ കൃതികൾ കർത്താക്കന്മാർ. വരികളും എഴുത്തുകാരും, പക്ഷെ അത് പഠിച്ചെടുക്കാൻ വലിയ പാടാണ്. പ്രീവിയസ് കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള നിങ്ങളുടെ റാങ്ക് ഫയലിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളെങ്കിലും പഠിച്ചു വെക്കുക. ദെൻ നമ്മുടെ ക്ലാസ്സിലാവുമ്പോൾ അത് ശ്രീനി സാറിന്റെ സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് തരും. തൂലികാനാമങ്ങളും അപരനാമങ്ങളും വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ടോപ്പിക്കാണ്, താരതമ്യേന ചെറിയ ടോപ്പിക്കാണ്. പിന്നെ ഒളിമ്പിക്സിൽ പഠിക്കുമ്പോൾ ഒളിമ്പിക്സിൽ തന്നെ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്. അതിൽ തന്നെ പാരാലിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ് എന്നൊക്കെ പറഞ്ഞ വിന്റർ ഒളിമ്പിക്സ് എന്നെല്ലാം പറഞ്ഞ് ശരിക്കുള്ളത് അല്ലാത്തതും അങ്ങനെ ചേർത്ത് ഇഷ്ടംപോലെ സിലബസ് ഏരിയ അവിടെ തന്നെ ഉണ്ട്. അതിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, ദെൻ കായിക ഇനങ്ങൾ. ഓക്കെ, ഓരോ കായിക ഇനങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ട്രോഫികൾ, ആ കായിക ഇനങ്ങളിൽ ഓരോ കായിക ഇനങ്ങളിലും കളിക്കാരുടെ എണ്ണം, ഈ ട്രോഫികൾ ഓരോന്നും ഏത് കായിക ഇനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ദെൻ പ്രധാന രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏത് എന്നുള്ളത്. ആ ഒരു ചെറിയ ചെറിയ സാധനങ്ങളാണ്, എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. പിന്നെ മലയാള സിനിമയെക്കുറിച്ച് പഠിച്ചു വെക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കി വെക്കുക. ദെൻ പ്രധാന ഉത്സവങ്ങളും ആഘോഷങ്ങളും, മലയാള പത്രപ്രവർത്തനം. ഓക്കെ, ദെൻ ദൃശ്യശ്രവ്യ കലകളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം. ഓക്കെ, അവിടെ പ്രധാന വ്യക്തികൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഇഷ്ടംപോലെ വരാറുണ്ട്. പക്ഷേ ഇതെങ്കിലും റിവിഷൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം അത്രയും കാര്യങ്ങൾ. കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ഇതിൻ്റെ ഒരു 10 മടങ്ങുണ്ട് ഇവിടെ ആ ഒരു സിലബസ് കേട്ടോ. അതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. അതായിരിക്കും അവിടുത്തെ ഏറ്റവും നയപരമായിട്ടുള്ള തീരുമാനം. അതല്ല എങ്കിൽ നിങ്ങൾ അത് പഠിച്ചു തീർക്കാനുള്ള സമയം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് പുതിയതായിട്ട് പഠിക്കുന്നവർക്കൊക്കെ. ഇനി കമ്പ്യൂട്ടറിന് 3 മാർക്കേ ഉള്ളൂ, 5 മൊഡ്യൂൾ ഉണ്ട്. അതിൽ ഈ 3 മൊഡ്യൂൾ അങ്ങ് പഠിക്കുക. ആദ്യത്തെ 3 മൊഡ്യൂൾ അങ്ങോട്ട് പഠിക്കുക. കാരണം ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഈ 3 മൊഡ്യൂളുകൾ, ആദ്യത്തെ മൊഡ്യൂളുകൾ ഉണ്ടല്ലോ, ഹാർഡ്വെയറിന്റെ ഭാഗങ്ങൾ, സോഫ്റ്റ്വെയറിൽ വരുന്ന ഏതൊക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ വരുന്ന കാര്യങ്ങളും, ആ 3 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള 3 മാർക്ക് 99% പരീക്ഷകളിലും ഉറപ്പിക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, അത് ചെയ്യാം. ദെൻ സുപ്രധാന നിയമങ്ങൾ നമുക്ക് സെലക്ഷൻ ഒന്നുമില്ല, കാരണം അവിടെ 5 മാർക്ക് ഉണ്ട്, 5 മൊഡ്യൂളും ഉണ്ട്. ആ ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ഓരോ മൊഡ്യൂളും കൃത്യമായിട്ട് പഠിക്കുക. വിവരാവകാശ നിയമവും കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് 1ാമത്തെ മൊഡ്യൂള്. ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് 2ാമത്തെ മൊഡ്യൂള്. അതെന്തായാലും 2 മൊഡ്യൂളും പഠിക്കണം. പിന്നെ അവിടെ കൂടുതൽ പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ് ഇത്. ദുർബല വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ SC, ST, മൈനോറിറ്റി, ഇങ്ങനെ കുറച്ച് കൂടുതൽ എണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ, ഏതെങ്കിലും നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുക. അവിടുത്തെ കമ്മീഷനും കാര്യങ്ങളും, അധ്യക്ഷനും ഇപ്പോൾ ഉള്ള ആളുകളും ആദ്യത്തേതും ഇപ്പോഴത്തേതും മാത്രം പഠിച്ചിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ, അതിൻ്റെതൊന്നും പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വിട്ടേച്ചിട്ട് അതിൻ്റെ തുടക്കവും ഇപ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ദെൻ വനിതകളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം, DV ആക്ട് ഒക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കുട്ടികളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം, പോക്സോ ആക്ട് ആണ് അവിടെ പഠിക്കാനുള്ളത്. ഇതൊക്കെ എന്തായാലും പഠിക്കേണ്ടതാണ്, ചോദ്യം ഉറപ്പിക്കാവുന്നതാണ്. ഓരോ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരും. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾ പഠിക്കാതെ വിടുകയാണെങ്കിൽ അവിടെ നിന്നുള്ള കറണ്ട് അഫയേഴ്സും അവിടെ കമ്മീഷനുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യ ആളുകൾ സ്ഥാനം വഹിച്ച, ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ച ആദ്യ ആളുകളും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ 20 മാർക്കിന്റെ ഏരിയ കറണ്ട് അഫയേഴ്സ്. ബാക്കി 60 മാർക്കിനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി 20 മാർക്കിനുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 100ൽ പരം ചെറുതും വലുതുമായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ 72 അല്ലേ, ബാക്കി 16 ടോപ്പിക്കാണ് ഞാൻ തരുന്നത്. ടോട്ടൽ 88 ടോപ്പിക്കുകൾ. ഈ 16 ടോപ്പിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് ഇവിടെയുള്ള 20 മാർക്ക് ഉറപ്പിക്കാൻ മിക്കവാറും പറ്റും. ബാക്കിയുള്ള 62 ടോപ്പിക്കുകളിനെ 72 ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്താണല്ലോ നിങ്ങൾ പഠിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കറണ്ട് അഫയേഴ്സ് അങ്ങോട്ടേക്ക് കിടക്കുകയാണ് ചെയ്യുക. മിക്കവാറും ഓരോ ഏരിയകൾ. ഇപ്പോൾ 5 മാർക്ക് ഹിസ്റ്ററി, 5 മാർക്ക് ജോഗ്രഫി, 5 മാർക്ക് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ 5 മാർക്ക് ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ ഒരു 3-4 ചോദ്യം ഉണ്ടാവും. ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സ് ആയിട്ട് മാറും. ഏതെങ്കിലും സാമ്പത്തിക സൂചികളെ കുറിച്ചോ ബജറ്റിനെ കുറിച്ചോ ഒക്കെയുള്ള ചോദ്യമായിട്ട് മാറും. ഓക്കെ, അപ്പം കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ, കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ, പുതിയ മന്ത്രിസഭ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. ദെൻ കേരളത്തിന്റെ കായിക രംഗവും ഇന്ത്യയുടെ കായിക രംഗവും, പ്രത്യേകിച്ചും കേരളത്തിന്റെ കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രാധാന്യം. സ്പോർട്സ്, ഇന്ത്യ, കേരളം നന്നായിട്ട് നോക്കുക. പിന്നെ അതല്ലാതെ ഉള്ളത് ഒളിമ്പിക്സ് നമ്മൾ എന്തായാലും അവിടെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ നേട്ടങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാന കായിക വേദികൾ. ഓക്കെ, ഫുട്ബോളിന്റെ ഒക്കെ ചോദിക്കും, കാരണം ഇപ്പാണ് കഴിഞ്ഞെങ്കിലും അത് മുൻകൂട്ടി തന്നെ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് അവിടെ ലിമിറ്റ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ ലോകം കാണേണ്ടത് കേട്ടോ. ദെൻ അവാർഡുകൾ, സാഹിത്യം, സിനിമ, കായികം, കലാ, സാംസ്കാരിക. കല, കായികം, സാഹിത്യം എന്ന് പറഞ്ഞിട്ട് കലാ, കായികം, സാഹിത്യം നമുക്ക് പഠിക്കാനുണ്ടല്ലോ. സാംസ്കാരികം 4 ഹെഡിങ്ങുകൾ അവിടെ.
അവിടെയും കറണ്ട് അഫയേഴ്സ് സാധ്യത. ആ എല്ലാ ഏരിയയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ അവാർഡുകൾ ഇപ്പോൾ ഏറ്റവും പുതിയത് അത് നേടിയത് ആര് എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സുപ്രധാന പദവികളും നിയമനങ്ങളും, ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന പദവികൾ അത് വഹിക്കുന്ന ആളുകൾ നിലവിൽ. ഓക്കെ. ദെൻ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന പദ്ധതികൾ, സർക്കാരിന്റെ പുതിയ പദ്ധതികൾ മാത്രമായിട്ടൊന്ന് നോക്കുക. പഴയൊന്നും പഠിക്കേണ്ട, നിങ്ങൾ പുതിയ പദ്ധതികൾ, കറണ്ട് അഫയേഴ്സ് ആണല്ലോ, പുതിയ പദ്ധതികൾ നോക്കുക എന്നുള്ളതാണ്. പിന്നെ പഴയതായിട്ട് വരുന്നത് ഈ പറഞ്ഞ എന്താണ് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ളതാണ്. ദെൻ നൊബേൽ സമ്മാനം 2025 24 2 വർഷത്തോ നോക്കി വെക്കുക. 25 പ്രാധാന്യം, 24 കൂടെ ഒന്ന് നോക്കി വെച്ചേക്കണേ. പ്രത്യേകിച്ചും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഉള്ളതാണ് അധികവും, അല്ലേ? അതുകൊണ്ട് അവിടെ ചോദ്യം വരാം. സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ നൊബേൽ സമ്മാനമായിട്ട് മാറാം. അതുകൊണ്ടാണ് ചില പരീക്ഷകളിലെങ്കിലും നൊബേൽ സമ്മാനം 2 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ 3 ചോദ്യമായിട്ട് അത് മാറിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം എന്താണ്? വൈദ്യശാസ്ത്രം, അല്ലേ? അവിടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ഉണ്ട്. അവിടെ ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സ് ഇട്ടാൽ ചിലപ്പോൾ നൊബേൽ സമ്മാനം കൊടുത്തു പോവാം. ഇങ്ങനെ പലയിടത്തിലും കൊടുത്തു പോകുന്നതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് നൊബേൽ വരുന്നത്. ചിലപ്പോൾ ഒന്നും വരില്ല, ചിലപ്പോൾ 1 2 ചോദ്യങ്ങൾ വരെ വന്നാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് നന്നായിട്ട് നോക്കി വെക്കുക. ദെൻ വിവിധ കമ്മീഷനുകളും അധ്യക്ഷന്മാരും, സുപ്രധാന നിയമങ്ങളിൽ പഠിക്കുന്നതാണ് അവിടെയുള്ള ഓരോ കമ്മീഷനും. ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കുന്നതാണ്, അത് ഓരോന്നിൻ്റെയും ചെയർപേഴ്സൺ, അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആര് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് പിന്നീടല്ല ഉണ്ടാവുക. സുപ്രധാന നിയമങ്ങളുടെയും കേരള ഭരണ സംവിധാനത്തിന്റെയും ഒക്കെ ഭാഗങ്ങളിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിട്ട് കടന്നു വരും. ഓക്കെ. ദെൻ ദിനാചരണം, ആ ഓരോ ദിനാചരണങ്ങൾ ഏത് തീയതി എന്നുള്ള ചോദിക്കും, അതിന്റെ തീമും. കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം ചോദിക്കുന്നത് ലോകാരോഗ്യ ദിനം April 7. ഇതെന്താ ഇപ്പൊ ചോദിച്ചാൽ ഇപ്പൊ ഇത് കറണ്ട് അഫയേഴ്സ് ആണോ എന്ന് വിചാരിക്കും. ഈ വർഷത്തെ തീം ചോദിച്ചാൽ മാത്രമല്ല അത് കറണ്ട് അഫയേഴ്സ്. ദിനാചരണം എന്നുള്ള എല്ലാ വർഷവും നടക്കുന്നത് കൊണ്ട് തന്നെ അത് കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ട് വരും. പ്രധാന ദിനങ്ങൾ പഠിച്ചു വെക്കുക. അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മാത്രം പോരാ, അല്ലാത്ത കാര്യങ്ങളും യോഗാ ദിനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ദെൻ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ISROയും DRDOയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏരിയയിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരും. ഓക്കെ. മിസൈലുകളെ കുറിച്ചും അതേപോലെ തന്നെ വിക്ഷേപണ വാഹനങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ വിവിധ ഉച്ചകോടികൾ, ബ്രിക്സ് അതേപോലെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിന്റെ ഉച്ചകോടികൾ നടന്ന സ്ഥലം, അതിലെന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഉച്ചകോടികൾ, വിവിധ ഉച്ചകോടികൾ. ഓക്കെ. ഇപ്പോൾ ഉച്ചകോടി ചോദിച്ചില്ലേ, അത് തന്നെ ചിലപ്പോൾ വേണേൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ 83ാമത്തെ ടോപ്പിക്ക് ബജറ്റും അതേപോലെ തന്നെ വിവിധ സാമ്പത്തിക സൂചികകളും. ഓക്കെ. ഇന്ത്യയിലെയും കേരളത്തിലെയും ബജറ്റുമായി സംബന്ധിച്ചുള്ള പ്രധാന കാര്യങ്ങൾ. ദെൻ സാമ്പത്തിക സൂചികകൾ, പ്രത്യേകിച്ച് നീതി ആയോഗിന്റെ കുറിച്ചൊക്കെയുള്ള സാമ്പത്തിക സൂചികകൾ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ദെൻ അടുത്തിടെ മരിച്ച പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവരുടെ മേഖല ഏതാണ്, അവരുടെ സംഭാവന എന്താണെന്നുള്ളത് നോക്കി വെക്കുക. ദെൻ ഗതാഗത മേഖലയിലെ പുതിയ നിർമ്മിതികൾ, തുരങ്കങ്ങളെക്കുറിച്ച്, റോഡുകളെക്കുറിച്ച് അങ്ങനെയുള്ള പുതിയ പുതിയ ചോദ്യങ്ങൾ വരും. ഓക്കെ. അതേപോലെ പേരുകൾ മാറ്റിയിട്ടുള്ളത്, പുനർനാമകരണങ്ങൾ, സ്ഥലങ്ങളുടെയും വസതികളുടെയും ഇങ്ങനെയുള്ള ചിലതിൻ്റെയൊക്കെ പേരുകൾ മാറ്റുമല്ലോ, അതെന്തും വരാം. ഓക്കെ. അങ്ങനെയുള്ള മാറ്റങ്ങൾ. ദെൻ അതേപോലെ പ്രധാനമന്ത്രിയുടെ വസതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ പ്രധാന ട്രോഫികൾ, അത് നേടിയവർ, റണ്ണേഴ്സ് അപ്പ് ആയവർ, പിന്നെ ഫൈനലിലെ സ്കോർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ടൂറിസം മേഖല, ടൂറിസം മേഖലയിലുള്ള ചില കാര്യങ്ങൾ. ടൂറിസം മേഖലയിൽ ഇപ്പോൾ മുസിരിസ് എത്രയോ ചോദ്യ പേപ്പറിലാണ് വരുന്നത്. പലർക്കും അത് അറിയില്ല, അത് കറണ്ട് അഫയേഴ്സ് അറിയില്ല. ചിലരെന്താ പ്രാചീന ഇതായിട്ടൊക്കെ ചോദ്യം വരുന്നുണ്ട്, സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊക്കെ പറഞ്ഞ് കരയാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബിനാലെ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചോദിക്കണമെന്നില്ല, അതിന്റെ പഴയ പേര് എവിടെയാണ്, എങ്ങനെ അറിയപ്പെടുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ. വേണമെങ്കിൽ മുസിരിസ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും ആവർത്തിച്ചേക്കാം. ഓക്കെ. യെസ്. അപ്പൊ ഇത്രയും 88 ടോപ്പിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 350-ൽ പരം ടോപ്പിക് ഉള്ളതിൽ 4-ൽ 1 ഭാഗം, 1/4 ഭാഗം, 25%. ഇത് കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് നിങ്ങൾ പരീക്ഷയിൽ പോയാൽ നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ 100 മാർക്കിന്റെ 100 അല്ല 80 മാർക്കിന്റെ 25% അല്ല കിട്ടുക, മിനിമം 75% മുകളിലോട്ട് കിട്ടും. അപ്പം നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോയിക്കോ. 10th പ്രിലിംസ് പോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് സുന്ദരമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. ബൈ.